നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരു ദിവസത്തെ നിത്യജ്യോതിഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഫലം എങ്ങനെയാണ് എന്ന് നമ്മളെ ഫോളോ ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ 6 മണിയാവുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് എത്തിച്ചേരും. ഇന്ന് എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യാം, എപ്പോഴൊക്കെയാണ് നല്ല സമയം, എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഇന്ന് എന്ത് വസ്ത്രം ധരിക്കണം, ഇതെല്ലാം നമ്മൾ നോക്കി ഇന്നത്തെ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ചാനലിലൂടെ ഈ പ്രോഗ്രാം ചെയ്തു വരുന്നത്. ഇടയ്ക്ക് വെച്ച് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കുറച്ച് ദിവസം നിർത്തിയിടേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായി. കാരണം നമ്മളെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. അതിൻ്റെ പേരിലാണ് കുറച്ച് ദിവസം ഈ പ്രോഗ്രാം നിർത്തിവെച്ചിരുന്നത്. ധാരാളം ആൾക്കാർ നിരന്തരം വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, പ്രോഗ്രാം കണ്ടില്ല, എന്താണ്. ഇപ്പോൾ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 17-ാം തീയതി, അതായത് മിഥുന മാസം 17-ാം തീയതി ജൂലൈ 1-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. നക്ഷത്രം ഉത്രാട നക്ഷത്രം. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ്. ഉത്രാടം നല്ല നക്ഷത്രം, നല്ല ദിവസം, ബുധനാഴ്ച. ബുധൻ പ്രവൃത്തികാരകനാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരു ദശ അല്ലെങ്കിൽ ഒരു ഗ്രഹം ആണ് ബുധൻ. ആ ബുധൻ്റെ ദിവസമാണ്. അതിലൊപ്പം ശുഭനക്ഷത്രവും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. നമ്മൾ നല്ല ദിവസം കിട്ടുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം, മാറ്റിവെക്കാതെ. ഇന്ന ദിവസം കുറച്ച് കൂടുതൽ സമയമെടുത്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അത് നമുക്ക് ഫലവത്തായി വരും. അതുപോലെ മിഥുന മാസത്തിലെ ബർത്ത്ഡേ, അതായത് ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ബർത്ത്ഡേ എപ്പോഴും ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണേ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥാവിശേഷം ഉണ്ടാവും. പ്രധാനമായിട്ട് തൊഴിലുകാരകൻ, വിദ്യാകാരകനും ഒക്കെയാണ് ബുധൻ. അപ്പോൾ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ഇല്ല, ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് അതിൽ ഉയർച്ചയുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലപ്രദമായ അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ശുഭദിനമൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം ജാതകപ്രകാരം ഇന്ന് ബുധനാഴ്ചയാണ്. കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 മണിക്ക് രാഹുകാലം തുടങ്ങൂല. ഉദയത്തിൻ്റെ സമയത്തെ ആസ്പദമാക്കിയാണ് രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം ഒക്കെ തുടങ്ങണേ. ഇന്ന് ശരിക്കും രാഹുകാല സമയം 12 മണി 28 മിനിറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ രാഹുകാലം 12 മണിയായി രാഹുകാലം തുടങ്ങി എന്ന് പറഞ്ഞ്
വിഷമിക്കേണ്ട, 12:28 തുടങ്ങുകയുള്ളൂ. അത് 2 മണി 3 മിനിറ്റ് വരെ, 1:30ക്ക് തീരൂല. 2 മണി, അപ്പോൾ 1:30 കഴിഞ്ഞു, രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു കാര്യത്തിൽ ഇറങ്ങരുത്. യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാഹുകാലം. 2-3 വരെ ഉണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും നമുക്ക് വളരെ പ്രാധാന്യമാണ്. 10:54 തൊട്ട് 12:28 വരെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയം വരുന്നത് 7:45 മുതൽ 9:20 വരെ. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. യാത്രയ്ക്ക് രാഹുകാല സമയമാണെങ്കിൽ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ശരിക്കും പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ശോഭനമായ ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം പ്രപഞ്ചത്തിൽ തന്നെ ഒരു പോസിറ്റീവ് കവചം സൃഷ്ടിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലപ്രദമായി കലാശിക്കും. മുഹൂർത്തം ഇല്ലാത്ത ദിവസങ്ങളിൽ വരെ മുഹൂർത്തം കിട്ടും അഭിജിത്ത് മുഹൂർത്തം. അതുകൊണ്ടാണ് ആ മുഹൂർത്തത്തിന് അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്. ജ്യോതിഷികൾ തന്നെ ഈ മറ്റ് മുഹൂർത്തം കിട്ടിയില്ലെങ്കിൽ അവരെല്ലാം എടുക്കുന്ന മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ അഭിജിത്തിൻ്റെ സമയം വരുന്നത് 12:04 തൊട്ട് ശരിക്ക് 12:52 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇതിലിടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം കൊള്ളില്ല. അപ്പോൾ ഈ സമയം ഏറ്റവും ശോഭനമായ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം കരുതുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.